മാർച്ച് 11 കോവിഡ്-19 മഹാമാരിയായി പ്രഖ്യാപനം വന്ന ദിനം. ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പും ശേഷവും എന്ന് വേർതിരിക്കുന്നത് പോലെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് കാലഘട്ടത്തെ വിഭജിക്കുന്ന രീതിയിൽ ലോകത്തെ മുഴുവൻ ബാധിച്ചതും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതുമായ മഹാമാരിയാണ് കോവിഡ്-19. 2019 ഡിസംബർ അവസാനത്തോടെ ചൈനയിലെ വുഹാനിൽ ഒരുതരം ന്യൂമോണിയ വ്യാപകമായി പടരുന്നതായി റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ചൈനയുടെ മറ്റു ഭാഗങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ച ഈ രോഗത്തിന് കാരണമാകുന്നത് കൊറോണ വൈറസ് ആണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 2020 ഫെബ്രുവരി 11 ഈ കൊറോണ വൈറസ് രോഗത്തിന് കോവിഡ്-19 എന്ന ഔദ്യോഗിക പേര് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. എല്ലാ ലോകരാജ്യങ്ങളിലും വ്യാപിക്കുകയും മരണസംഖ്യ ഉയരുകയും ചെയ്തതോടെ മാർച്ച് 11 ലോകാരോഗ്യ സംഘടന കോവിഡ്-19 രോഗത്തെ മഹാമാരി അഥവാ പാൻഡമിക് ആയി പ്രഖ്യാപിച്ചു. ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്ത് 8 കോടിയിലധികം പേർക്ക് രോഗം പിടിപെടുകയും 18 ലക്ഷത്തിലധികം പേർ മരണമടയുകയും ചെയ്തു. ലോകമെമ്പാടും ലോക്ക്ഡൗണുകളും യാത്രാ നിരോധനങ്ങളും ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് 2020 ജനുവരി 30 കേരളത്തിലെ തൃശ്ശൂരിലാണ്. മാർച്ച് 25 ഇന്ത്യയിൽ ഒന്നടങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അത് പിന്നീട് പല പ്രാവശ്യം നീട്ടി. ഏതാണ്ട് ഒരു വർഷത്തോളം പല നിയന്ത്രണങ്ങളും നിലനിന്നു. ഒരു വർഷത്തിനു ശേഷം ലോകമെമ്പാടും വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തു. 2021 ജനുവരി 16 ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു. ഇന്ത്യയിൽ കോവിഷീൽഡ്, കോവാക്സിൻ എന്നിങ്ങനെ 2 തരം വാക്സിനുകളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 200 കോടിയിലധികം ഡോസുകൾ വിതരണം ചെയ്തു. 2023 മെയ് മാസത്തോടെ കോവിഡ്-19 ഇനി ഒരു ആഗോള അടിയന്തരാവസ്ഥ അല്ല എന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. 2024 എത്തിയപ്പോഴേക്കും ഒരു മഹാമാരി എന്ന നിലയിൽ നിന്ന് മാറി സാധാരണ പനി പോലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന എൻഡമിക് എന്ന അവസ്ഥയിലേക്ക് മാറി. എങ്കിലും അതിൻ്റെ അനന്തരഫലങ്ങൾ ഇന്നും വിട്ടുമാറിയിട്ടില്ല. രോഗം ഭേദമായവരിൽ തന്നെ കാണുന്ന ലോങ് കോവിഡ് പ്രശ്നത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ചികിത്സയും ആരോഗ്യരംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠാവാർഷികം. ഒരു തുള്ളി ചോര പൊടിയാതെ ആരെയും നോവിക്കാതെ ലോകത്തു നടന്ന മഹത്തായ വിപ്ലവങ്ങളിൽ ഒന്നാണ് 1888 മാർച്ച് 11 കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ആ വർഷത്തെ ശിവരാത്രി ആഘോഷവേളയിലായിരുന്നു അത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് നെയ്യാർ നദിയുടെ തീരത്തുള്ള അരുവിപ്പുറം എന്ന സ്ഥലത്ത് നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന പേരായ കയത്തിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു പാറക്കഷണം ശിവലിംഗമായി കൽപ്പിച്ച് തീരത്ത് മറ്റൊരു പാറയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അതൊരു ക്ഷേത്രമാക്കി മാറ്റുകയുമാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. ക്ഷേത്രമതിലിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുകൂടി എഴുതി വച്ചപ്പോൾ അത് നൂറ്റാണ്ടുകളായി പടുത്തുയർത്തിയ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെയും ജാതി വിവേചനങ്ങളുടെയും കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ തുടക്കമായി.
ഒപ്പം ആധുനിക നവോത്ഥാന കേരളത്തിൻ്റെ സൃഷ്ടിയുടെ തുടക്കവുമായി. ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള റോഡിൽ കൂടി നടന്നു പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു ജനതയ്ക്ക് ക്ഷേത്രത്തിനകത്തു കയറി ആരാധന നടത്തുവാൻ അവസരവും അവകാശവും ഉണ്ടായി എന്നതാണ് അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ചരിത്ര പ്രാധാന്യം. തുടർന്ന് ശ്രീനാരായണ ഗുരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. പലതും പ്രതീകാത്മകവും പുരോഗമനാത്മകവുമായിരുന്നു. ചിലയിടത്ത് കണ്ണാടി, ചിലയിടത്ത് ദീപം, ചിലയിടത്ത് അക്ഷരം. ഇതൊക്കെയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. അതും മറ്റൊരു വിപ്ലവമായി. തുടർന്ന് നാട്ടിലെമ്പാടും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഗുരു ആഹ്വാനം ചെയ്തു. അരുവിപ്പുറം ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കാൻ രൂപീകരിച്ച ക്ഷേത്രയോഗമാണ് പിന്നീട് കേരളം മുഴുവൻ പടർന്നു പന്തലിച്ച SNDP യോഗമായി മാറിയത്. തിക്കുറിശി സുകുമാരൻ നായർ ചരമദിനം. മലയാള ചലച്ചിത്ര രംഗത്തെ കാരണവരായിരുന്ന തിക്കുറിശി സുകുമാരൻ നായർ 1997 മാർച്ച് 11 അന്തരിച്ചു. പ്രമുഖ മലയാള സിനിമാ നടൻ എന്നതിനൊപ്പം തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, ഗാനരചയിതാവ്, നാടക നടൻ, നാടകകൃത്ത്, കവി തുടങ്ങിയ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തിക്കുറിശി സുകുമാരൻ നായർ 1916 ഒക്ടോബർ 16 അന്നത്തെ തെക്കൻ തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടതും ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ തിക്കുറിശി ഗ്രാമത്തിൽ ജനിച്ചു. കവി, നാടക നടൻ, നാടകകൃത്ത് തുടങ്ങിയ വിവിധ നിലകളിൽ കലാരംഗത്ത് നിറഞ്ഞു ശോഭിച്ചതിനു ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. 1950 അദ്ദേഹം ആദ്യം നിർമ്മിച്ചതും അഭിനയിച്ചതുമായ സ്ത്രീ എന്ന സിനിമ അത്ര വിജയകരമായില്ല. തൊട്ടടുത്ത വർഷത്തെ ജീവിത നൗക എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായി മാറുകയും അതിലെ അഭിനയത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവി നേടുകയും ചെയ്തു. തുടർന്ന് സത്യൻ, പ്രേംനസീർ, മധു, സോമൻ, ജയൻ, മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖ നടന്മാർക്കെല്ലാമൊപ്പം 700-ലധികം സിനിമകളിൽ അഭിനയിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ അദ്ദേഹത്തിന് 1973 പത്മശ്രീ ബഹുമതിയും ലഭിച്ചു. 1996 പുറത്തിറങ്ങിയ ഏപ്രിൽ 19 എന്ന സിനിമയാണ് അദ്ദേഹം അവസാനം അഭിനയിച്ച സിനിമ. 1997 മാർച്ച് 11 അദ്ദേഹം അന്തരിച്ചു. അലക്സാണ്ടർ ഫ്ലെമിംഗ് ചരമദിനം. ലോകപ്രശസ്ത സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനും ഔഷധ വിദഗ്ധനും വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായ പെൻസിലിൻ കണ്ടുപിടിച്ച ആളുമായ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1955 മാർച്ച് 11 അന്തരിച്ചു. 1881 ആഗസ്റ്റ് 6 സ്കോട്ട്ലൻഡിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് ലണ്ടനിലെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ വൈദ്യശാസ്ത്ര പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ഗവേഷണ പഠനം നടത്തുന്നതിനിടയിലാണ് 1928 പെൻസിലിൻ കണ്ടുപിടിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഫലപ്രദമായ ആൻറ്റിബയോട്ടിക് ആയിരുന്നു പെൻസിലിൻ. ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും അണുബാധയ്ക്കെതിരെയുള്ള ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാനും സഹായിച്ചു. 1945 അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു.